കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ട അംഗങ്ങൾക്കും സ്നേഹപൂർവമായ അഭിവാദനങ്ങൾ. നമ്മുടെ ഓൺലൈൻ പ്രോഗ്രാം വളരെ വിജയകരമായി മുന്നേറുന്നു എന്നതിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം. ഈ മഹാ സംരംഭത്തിൽ ഭാഗഭാക്കാകുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും അതിനുവേണ്ടി അധ്വാനിക്കുന്ന രക്ഷകർത്താക്കൾക്കും അധ്യാപകർക്കും സൺഡേ സ്കൂളിൻ്റെ ഒഫീഷ്യൽസിനെല്ലാം ദൈവകൃപ സമൃദ്ധിയായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കും. നമ്മുടെ രണ്ട് പ്രധാന കാര്യങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങൾ അറിഞ്ഞതാണ്. ഒന്ന്, നമ്മുടെ സൺഡേ സ്കൂൾ ദിനം. രണ്ട്, മിഡ് ടേം എക്സാമിനേഷൻസ്. ഈ രണ്ട് കാര്യങ്ങളിൽ നമ്മുടെ എല്ലാം ആത്മാർത്ഥമായ സഹകരണം ഉണ്ടാകണം. പരീക്ഷ എന്നത് ജയിക്കാനും തോക്കാനുമുള്ള ഒരു സംവിധാനം അത്രമല്ലല്ലോ. നമ്മൾ പഠിക്കുന്നത് ഒന്നുകൂടെ റിഫ്രഷ് ചെയ്യാനും അത് ഓർത്തെടുക്കാനും ചിന്തിക്കാനും പ്രസൻറ്റ് ചെയ്യാനുമുള്ള ഒരു നല്ല അവസരമാണ് നമ്മുടെ പരീക്ഷ. അതുകൊണ്ട് ആരും പരീക്ഷയെ ഭയപ്പെടുകയോ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ടാണ് ജയമോ തോൽവിയോ അല്ല ഇതിനകത്ത് കാര്യം. നമ്മൾ അറിയുക, അറിവ് വർദ്ധിപ്പിക്കുക, അത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. നമ്മുടെ ഈ ഓൺലൈൻ പ്രോഗ്രാമിൻ്റെ പൊതുവെയുള്ള നാമം ജീസസ് കോൾസ് മീ എന്നതായിരുന്നുവെന്ന് എല്ലാവരും അനുസ്മരിക്കുമല്ലോ. ആ തലക്കെട്ട് നമുക്ക് വളരെ ആകർഷകമായി തോന്നണം. കാരണം ഈ സംരംഭത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നത് യേശു ക്രിസ്തുവാണ്. അദ്ദേഹം വിളിക്കുന്നു എന്നാണല്ലോ നമ്മുടെ ഈ ശീർഷകത്തിൻ്റെ അർത്ഥം. യേശു എന്നെ വിളിക്കുന്നു. ജീസസ് കോൾസ് മീ. I am so happy that my beloved students have been responding to that call, knowing full well that Jesus calls every one of them. I am also happy that the teachers have understood the meaning of our title, Jesus Calls Me, because they have also started enthusiastically responding to the call of Jesus Christ. I am also happy that the officials of the Sunday School have accepted this by responding positively to the call from Jesus Christ. So the call comes from Jesus Christ our Lord. Our duty is to respond sincerely, respond with love and a sense of responsibility. Sunday School is for all of us. It is like a life breath. We come into contact with the Bible, we come into contact with our worship, our Orthodox faith, the details of it, and the full meaning of being Orthodox. That is why and that is how we respond to that loving, tender call from Jesus Christ. Let us recognize the voice of Jesus, how he calls us amidst all kinds of noises around. Let us keep our ears open to listen to the call and voice of Jesus Christ. He is our teacher. Jesus Christ is making use of our teachers to speak to us so that we will listen to him. So he is calling, I repeat, Jesus Christ is calling every one of us, not only students, not only teachers, the whole church and the whole world. നമുക്ക് ആ ശബ്ദം കേൾക്കാനായി കാതോർക്കാം, അതിനോട് പ്രതികരിക്കാം, ക്രിയാത്മകമായി, സന്തോഷമായി, സ്നേഹത്തോടെ, ഉത്സാഹത്തോടെ. ആ ഉത്സാഹം ഇത് കേവലം ഒരു സെക്കുലർ പഠന പദ്ധതി പോലെയല്ല. ഇത് നമ്മുടെ പ്രാർത്ഥനയുടെയും ആരാധനയുടെയും മനനത്തിൻ്റെയും ഭാഗമാണ് സൺഡേ സ്കൂൾ പഠനം എന്ന് ഗ്രഹിക്കാം. വളരെ ഭംഗിയായി ഇത് മുമ്പോട്ട് പോകട്ടെ. സാധാരണ പോലെയുള്ള സൺഡേ സ്കൂൾ ക്ലാസ് പഠനം പുനഃസ്ഥാപിക്കപ്പെടുന്നത് വരെ നമുക്ക് ആവോളം ഭംഗിയായും ക്രിയാത്മകമായി ഈ പ്രോഗ്രാം മുമ്പോട്ട് കൊണ്ടുപോയേ മതിയാകുള്ളൂ. ഇതിലെല്ലാവരുടെയും സഹകരണം വേണം. രക്ഷിതാക്കൾ കുഞ്ഞുങ്ങളെ അതിനുവേണ്ടി പ്രേരിപ്പിക്കുകയും വേണം. നമ്മുടെ പുതിയ സൺഡേ സ്കൂൾ
സിലബസ് അനുസരിച്ച് ആരാധനാ കാര്യങ്ങളിലും മറ്റും കുട്ടികൾക്ക് പങ്കാളിത്തവും ഉത്സാഹവും ഉണ്ടാകത്തക്കവണ്ണം ആണ് പാഠങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നതെന്ന് ഇതിനകം എല്ലാവർക്കും ബോധ്യമായി കാണും. കേവലം കുറേ പാഠങ്ങൾ പഠിച്ച് പരീക്ഷ പാസ്സാകുക എന്നുള്ളതല്ല. നമുക്ക് സഭയോടും സഭയുടെ നാഥനോടുമുള്ള അടുപ്പവും സ്നേഹവും കടപ്പാടും വർദ്ധിപ്പിച്ചു കൊണ്ടുവരുവാൻ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കാൻ ഒരു മുഖാന്തരമായി നമ്മുടെ സൺഡേ സ്കൂൾ തീരട്ടെ. നമുക്കെല്ലാം കാതോർക്കാം. യേശു ക്രിസ്തു വിളിക്കുന്നു. ജീസസ് കോൾസ് മീ and he is calling me and you. Let us learn to respond to that call of Jesus Christ. May God bless you all. Thank you very much. Grant me, Lord, in thy mercy, a spotless heart all untainted, but my life has gone awry because of my countless sins. Listen to my pleas, renew thy right spirit within me. He who makes all things holy by thy grace, sanctify me. Renew thy Holy Spirit in me, Lord, thou merciful. Let him show me, Lord, thy will and abide in a clean heart. Grant me, Lord, a virtuous mind, always seeking thee only, taking out all that I shall trespass not to sinful ways. Grant me, Lord, a virtuous mind, which reminds me day and night to fix my feet firmly in the way of thy commandments. എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമസ്തേ. എൻ്റെ പേര് ജിജി തോംസൺ. ഞാൻ നിങ്ങളെപ്പോലെ ഒരു സൺഡേ സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന ആളാണ്. 10 ക്ലാസ് ഒരു സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, തിരുവനന്തപുരത്ത്. ഇപ്പോൾ വീണ്ടും സൺഡേ സ്കൂളിലെ കുഞ്ഞുങ്ങളോട് സംസാരിക്കാൻ എനിക്കൊരു അവസരം കിട്ടിയിരിക്കുന്നു. അതിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്. ഞാൻ ഇന്ന് നിങ്ങളോടൊരു കഥ പറയാം. ഈ കഥ വേദപുസ്തകത്തിലുള്ള കഥയാണ്. ഇത് പഴയ നിയമത്തിലുള്ള കഥയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വായിച്ചിരിക്കാൻ മിക്കവാറും സാധ്യതയില്ല. ഈ കഥ ഏത് ഭാഗത്തെന്നറിയാമോ? രാജാക്കന്മാരുടെ പുസ്തകം. 2 പുസ്തകമുണ്ട്. 1 രാജാക്കന്മാർ, 2 രാജാക്കന്മാർ. രാജാക്കന്മാരുടെ 2 പുസ്തകങ്ങളുണ്ട്. അതിൽ രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിലെ 13-ാം അധ്യായത്തിൽ പറയുന്ന ഒരു കഥയാണിത്. ഞാൻ ആ കഥ മുഴുവൻ വേദപുസ്തകത്തിൽ നിന്നും വായിക്കുന്നില്ല. കഥ അങ്ങ് പറയാം, അതല്ലേ എളുപ്പം. ഇസ്രയേലിൽ ഒരു യുവരാജാവ് ഉണ്ടായിരുന്നു. കഷ്ടിച്ച് 16-17 വയസ്സ്. 16-17 വയസ്സുള്ളപ്പോൾ തന്നെ രാജാവായി. അപ്പൊ അദ്ദേഹത്തിന് വലിയ പരിശീലനമൊന്നുമില്ല, പരിചയമില്ല, എക്സ്പീരിയൻസ് ഇല്ല.
അദ്ദേഹത്തെ പരിശീലിപ്പിക്കുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരായിരുന്നു എലീശ. വലിയ പ്രവാചകനായിരുന്നു. അദ്ദേഹമാണ് യുവരാജാവിന് വേണ്ട മാർഗങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ഈ എലീശ പ്രവാചകനായിരുന്നു. അദ്ദേഹത്തിന്റെ മെന്റർ ആയിരുന്നു. MENTOR, മെന്റർ. അദ്ദേഹം രാജാവൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് എലീശ പ്രവാചകന് വയസ്സായി. അദ്ദേഹം മരണക്കിടക്കയിലായി. അത് കണ്ട് യുവരാജാവ് ഒത്തിരി സങ്കടപ്പെട്ടു. അദ്ദേഹം മരിച്ചു പോയാൽ പിന്നെ ആരാണ് എന്നെ വഴി നടത്തുന്നത് എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ട് അദ്ദേഹത്തിന്റെ കട്ടിലിന്റെ അടുത്ത് ചെന്ന് മുട്ടുകുത്തി നിന്ന് കരയാൻ തുടങ്ങി. അപ്പൊ എലീശ പ്രവാചകൻ പറഞ്ഞു, നീ നിന്റെ അമ്പും വില്ലും എടുക്ക എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, കിഴക്കേ കിളിവാതിൽ തുറക്ക് എന്ന് പറഞ്ഞു. കിഴക്കേ കിളിവാതിൽ തുറന്നു. എന്നിട്ട് പറഞ്ഞു, അമ്പെയ്യുക എന്ന് പറഞ്ഞു, ഷൂട്ട് എന്ന് പറഞ്ഞു. ഉടനെ യുവരാജാവ് ഉന്നം വെച്ച് അതിൽ കൂടി ആ കിളിവാതിലൂടെ ഷൂട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, നിന്റെ അമ്പെടുത്ത് നിലത്തടിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ യുവരാജാവ് ഈ അമ്പെടുത്ത് 3 പ്രാവശ്യം താഴെ അടിച്ചു. 1, 2, 3 എന്നിട്ട് അങ്ങ് നിർത്തിക്കളഞ്ഞു. അപ്പൊ എലീശ പ്രവാചകന് ദേഷ്യം വന്നു. എടുത്ത് പറഞ്ഞു, നിന്നോട് ഞാൻ 3 പ്രാവശ്യം അടിക്കണം എന്നല്ലല്ലോ പറഞ്ഞത്, നീ എന്തിനാണ് 3 പ്രാവശ്യം അടിച്ചിട്ട് നിർത്തിയത്? നീ 3 പ്രാവശ്യം അടിച്ചു നിർത്തിയത് കൊണ്ട് നീ ശത്രുക്കളെ 3 പ്രാവശ്യമേ തോൽപ്പിക്കുകയുള്ളൂ. നീ ഒരുപാട് പ്രാവശ്യം അടിച്ചുകൊണ്ടിരിക്കണമായിരുന്നു എന്ന് പറഞ്ഞു. ഇതാണ് കഥ. ഇതിലൊരു വലിയ തത്വം അടങ്ങിയിട്ടുണ്ട്. എന്താണെന്നോ നോക്കൂ, പെർസിവറൻസ് എന്നൊരു വാക്ക് നിങ്ങൾ കേട്ടിട്ടില്ലേ? നമ്മൾ ഒരു കാര്യം ചെയ്യാൻ ഒരുമ്പെട്ടാല് അത് വിജയിക്കുന്നത് വരെ അതിന്റെ പിന്നാലെ പോകണം. അത് ചെയ്തുകൊണ്ടേയിരിക്കണം, ജയിക്കുന്നത് വരെ. അതാണ് പെർസിവറൻസ് എന്ന് പറഞ്ഞാൽ. നിർബന്ധ ബുദ്ധി എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. അപ്പൊ ഇതേപോലെ ഒരു കഥ നമ്മുടെ കർത്താവും പറഞ്ഞു തന്നിട്ടുണ്ട്, ഒരു ഉപമ. അത് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലുള്ള ഒരു കഥയാണ്, ഒരു ഉപമയാണ്. അതെന്തെന്നറിയാമോ? ഒരു ദിവസം ഒരാളുടെ വീട്ടില് അയാളുടെ ഒരു സ്നേഹിതൻ ചെന്നു. അർദ്ധരാത്രിയിലാണ് ചെന്നത്. ചെന്നു കഴിഞ്ഞപ്പോ ഇദ്ദേഹത്തിന് വലിയ വിഷമായി. കാരണം സ്നേഹിതൻ അർദ്ധരാത്രിയിൽ വന്നിരിക്കുക, കഴിക്കാനൊന്നുമില്ല, കൊടുക്കാനൊന്നുമില്ല. അപ്പൊ എന്ത് ചെയ്തെന്നറിയാമോ? തൊട്ടടുത്ത അദ്ദേഹത്തിന്റെ നെയ്ബറിന്റെ അടുത്ത്, അയൽവാസിയുടെ അടുത്ത് ചെന്ന് രാത്രിയിൽ ചെന്ന് മുട്ടിക്കൊണ്ടേയിരുന്നു. എന്നിട്ട് പറഞ്ഞു, എന്റെ സ്നേഹിത, എനിക്കൊരു 3 അപ്പം കടം തരുമോ? എനിക്ക് അർദ്ധരാത്രിയിൽ എനിക്കൊരു അതിഥി വന്നു, കൊടുക്കാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല, ഒരു 3 അപ്പം എനിക്ക് വായ്പയായിട്ട് തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ വീട്ടിലുള്ള അയൽവാസി പറഞ്ഞു, അയ്യോ, ഇപ്പൊ രാത്രിയിൽ വന്ന് എന്നെ ശല്യപ്പെടുത്തരുതേ, ഞാനിതാ എന്റെ കുഞ്ഞുങ്ങളുടെ കൂടെ കിടന്ന് ഉറങ്ങാൻ, എനിക്ക് എഴുന്നേറ്റ് വരാൻ വയ്യ എന്ന് പറഞ്ഞു. പക്ഷെ ഈ ആതിഥേയൻ എന്ത് ചെയ്തു? അദ്ദേഹം മുട്ടിക്കൊണ്ടേയിരുന്നു. എന്നിട്ട് അദ്ദേഹം ലജ്ജ കൂടാതെ മുട്ടിക്കൊണ്ടേയിരുന്നു. യാതൊരു ഒരു വിഷമവും കൂടാതെ അദ്ദേഹം ലജ്ജ കൂടാതെ മുട്ടിക്കൊണ്ടേയിരുന്നു. എന്ന് വെച്ചാല് എന്താ പറയുക, ഷെയിംലെസ് ആയിട്ട് അങ്ങനെ ചോദിച്ചുകൊണ്ടേയിരുന്നു. ഇങ്ങനെ ഒരുപാട് ഷെയിംലെസ് ആയിട്ട് ലജ്ജിക്കാതെ ലജ്ജ കൂടാതെ മുട്ടിക്കൊണ്ടേ ഇരുന്നത് കൊണ്ട്, അയ്യോ സ്നേഹിത, പ്ലീസ് ഞാൻ ഒന്ന് കേൾക്കൂ, എനിക്ക് ആ 3 അപ്പം ഒന്ന് തരാമോ, പ്ലീസ് പ്ലീസ് എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മറ്റേ ആൾ എന്ത് ചെയ്തു? എഴുന്നേറ്റ്, ശല്യം സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റിട്ട് 3 അപ്പം വായ്പ കൊടുത്തു. ഇതാണ് കഥ. അപ്പൊ ഇതാണ് കർത്താവ് പറഞ്ഞത്. ഇതുകൊണ്ട് എന്നിട്ട് കർത്താവ് വളരെ ഫേമസ് ആയിട്ടുള്ള 3 കാര്യം പറഞ്ഞു. എന്താണ്? യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കപ്പെടും. ആസ്ക്, ഇറ്റ് വിൽ ബി ഗിവൻ ടു യു. സീക്ക് ആൻഡ് യു വിൽ ഫൈൻഡ് ഇറ്റ്. നോക്ക് ആൻഡ് ഇറ്റ് വിൽ ബി ഓപ്പൺ ടു യു. ഇതാണ് പറഞ്ഞത്. ഇത് വളരെ വളരെ പ്രശസ്തമായ 3 വാക്യങ്ങളാണ്. നോക്കൂ, ഈ വാക്യത്തിലെ 3 ക്രിയാപദങ്ങളുണ്ട്. ഏതൊക്കെയാ? ആസ്ക്, സീക്ക്, നോക്ക്. ആസ്ക്, ചോദിക്കുക; സീക്ക്, അന്വേഷിക്കുക; നോക്ക്, മുട്ടുക. എല്ലാം പ്രസന്റ് ടെൻസിലാണ് പറഞ്ഞിരിക്കുന്നത്. അതിനർത്ഥം എന്താ? യു ഷുഡ് കീപ് ഓൺ ആസ്കിങ്, യു ഷുഡ് കീപ് ഓൺ സീക്കിങ് ആൻഡ് യു ഷുഡ് കീപ് ഓൺ നോക്കിങ്. അപ്പോൾ അതിന്റെ അർത്ഥം, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയമുണ്ടാകണമെങ്കിൽ നാം ചോദിച്ചുകൊണ്ടേയിരിക്കണം, നാം അന്വേഷിച്ചുകൊണ്ടേയിരിക്കണം, നാം നോക്ക് ചെയ്തുകൊണ്ടേ മുട്ടിക്കൊണ്ടേയിരിക്കണം. ഇതാണ് നമുക്ക് ഇന്ന് ചിന്തിക്കേണ്ടുന്ന വിഷയം എന്നെനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് ജീവിത വിജയം ഉണ്ടാകണമെങ്കിൽ പെർസിവറൻസ് ഉണ്ടാവണം. അതാണ് കർത്താവ് പറഞ്ഞത്. ലജ്ജ കൂടാതെ ഒരു ഷെയിംലെസ് ആയിട്ട് ചോദിച്ചു കൊണ്ടേയിരിക്കണം. അപ്പൊ കർത്താവിനോട് നിങ്ങൾക്കൊരു ആഗ്രഹം പറയണമെങ്കിൽ ഒരിക്കൽ പ്രാർത്ഥിച്ചു പോരാ, അത് ചോദിച്ചുകൊണ്ടേയിരിക്കണം.
മുട്ടിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ ഒരു ദിവസം അത് തുറന്നു തരും. അങ്ങനെ ഒരു പെർസിവറൻസ് ഉണ്ടായി ജീവിതത്തിൽ വിജയം വരിക്കാൻ ദൈവം തമ്പുരാൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഡേറാകൾ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അറിയാവുന്ന കുറച്ച് ഡേറാകളുടെ പേര് നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ. പാമ്പാടി ഡേറ, പത്തനാപുരം മൗണ്ട് താബോർ, റാന്നി ബഥനി ആശ്രമം, വാകത്താനം വള്ളിക്കാട്ട് ഡേറ, ഇതൊക്കെയാണ് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന പേരുകൾ അല്ലേ? പരിശുദ്ധനായ പരിമല തിരുമേനി, പരിശുദ്ധ പാമ്പാടി തിരുമേനി, പരിശുദ്ധനായ ഗീവർഗീസ് ദിദിയൻ ബാവ തിരുമേനി, പരിശുദ്ധ ബെസേലിയോസ് മാത്യൂസ് ദിദിയൻ ബാവ തിരുമേനി, പരിശുദ്ധ തുടങ്ങി അനേകം പേര് ഡേറ പ്രസ്ഥാനത്തിലൂടെയാണ് സഭയുടെ നേതൃസ്ഥാനത്തേക്ക് എത്തിച്ചേർന്നത്. സ്വന്തം ജീവിതം പൂർണ്ണമായും യേശുക്രിസ്തുവിനായി സമർപ്പിച്ച് അപ്പനെയും അമ്മയെയും സഹോദരങ്ങളെയും സ്ഥാനമാനങ്ങളും സമ്പത്തും അങ്ങനെ സ്വന്തമായുള്ളതെല്ലാം ഉപേക്ഷിച്ച് പ്രാർത്ഥന, നോമ്പ്, ഉപവാസം, ആരാധന, വിശുദ്ധ വേദപുസ്തക വായന, സാധു സംരക്ഷണം എന്നിവയിൽ ശ്രദ്ധിച്ച് ഹൃദയ ശുദ്ധീകരണം പ്രാപിച്ചവരാണ് ക്രൈസ്തവ സന്യാസിമാർ. നമ്മുടെ സഭയുടെ വളർച്ചയ്ക്കും കെട്ടുറപ്പിനും വിശ്വാസ സ്ഥിരതയ്ക്കും ആരാധനാക്രമങ്ങളുടെ വളർച്ചയ്ക്കും ക്രൈസ്തവ സന്യാസിമാർ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. സന്യാസ വൃത്തിയുടെ, അതായത് ഡേറ ജീവിതത്തിന്റെ സ്ഥാപക പിതാവാണ് വിശുദ്ധ അന്തോണിയോസ്. വിശുദ്ധ അന്തോണിയോസിനെ പറ്റിയാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ഈ പാഠത്തിന്റെ മനപ്പാഠവാക്യം നോക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 29-ാം വാക്യം. എന്റെ നാമനിമിത്തം വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടുകളഞ്ഞവന് എല്ലാം 100 മടങ്ങും ലഭിക്കും. അവൻ നിത്യജീവനെയും അവകാശമാകും. യേശുക്രിസ്തുവിന്റെ നാമത്തില് എന്തെങ്കിലും വിട്ടുകളയുന്നവന് 100 മടങ്ങ് ലഭിക്കും. അവന് നിത്യജീവനും ലഭിക്കും. അതാണ് ഇവിടെ നമുക്ക് കിട്ടുന്ന ഉറപ്പ്. വിശുദ്ധ അന്തോണിയോസ് ഈജിപ്തിലെ കെമാൻ എന്ന സ്ഥലത്ത് AD 251 ജനിച്ചത്. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ വളരെ ധനികരായിരുന്നു. പക്ഷേ വിശുദ്ധ അന്തോണിയോസിന് 18 വയസ്സാകുന്നതിന് മുൻപേ തന്നെ
രണ്ടുപേരും മരിച്ചുപോയി. പിന്നെ അദ്ദേഹത്തിന് ഒരു സഹോദരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ദിവസം വിശുദ്ധ അന്തോണിയോസ് ദേവാലയത്തിൽ ചെന്നു. അപ്പോൾ അവിടെ സുവിശേഷം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. യേശുക്രിസ്തു ധനികനായ മനുഷ്യനോട് പറയുന്ന ഭാഗമാണ് അദ്ദേഹം കേട്ടത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19 അധ്യായം 21 വാക്യം. സൽഗുണപൂർണനാകുവാൻ ഇച്ഛിക്കുന്നു എങ്കിൽ നീ ചെന്ന് നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. ഇത് കേട്ടപ്പോൾ വിശുദ്ധ അന്തോണിയോസിനോട് യേശു തമ്പുരാൻ നേരിട്ട് തന്നോട് സംസാരിക്കുന്നതായി തോന്നി. അദ്ദേഹം തന്റെ മുഴുവൻ സ്വത്തും പാവപ്പെട്ടവർക്കായി കൊടുത്തു. കുറച്ച് സ്വത്ത് സഹോദരിക്കായി മാറ്റിവെച്ചു. സഹോദരിയുടെ സംരക്ഷണം ഒരു ക്രിസ്തീയ കുടുംബത്തെ ഏൽപ്പിച്ചു. എന്നിട്ട് 24 വർഷം വിശുദ്ധ അന്തോണിയോസ് ഏകാന്തവാസത്തിനായി ഈജിപ്തിലെ മണലാരണ്യത്തിൽ തനിച്ചു താമസിച്ചു. ഈ സമയം മുഴുവനും അദ്ദേഹം പ്രാർത്ഥനകളിൽ മുഴുകി അവിടെ ചെടികളെല്ലാം വച്ചുപിടിപ്പിച്ചു. അങ്ങനെ ലോകത്തിന്റെ ദുഃഖത്തിൽ നിന്നും ആകുല ചിന്തയിൽ നിന്നും ഒക്കെ വിട്ടകന്ന് പ്രാർത്ഥനയിലും ധ്യാനത്തിലും ജീവിച്ചു. അദ്ദേഹത്തിന്റെ തീവ്രമായ സന്യാസ ജീവിതം ധാരാളം പേരെ ആകർഷിച്ചു. 24 വർഷം അദ്ദേഹം മരുഭൂമിയിൽ താമസിച്ചു. ഈ 24 വർഷത്തിനിടയ്ക്ക് വെറും 2 പ്രാവശ്യം മാത്രമാണ് അദ്ദേഹം നഗരത്തിൽ വന്നത്. ഒരിക്കൽ വന്നത് രക്തസാക്ഷികളെ ധൈര്യപ്പെടുത്തുന്നതിനും അവർക്ക് വേണ്ടി നിയമ കോടതികളിൽ ഹാജരാകുന്നതിനും വേണ്ടിയാണ്. അതായത് രക്തസാക്ഷികൾക്ക് വേണ്ടി കോടതിയിൽ ആർഗ്യൂ ചെയ്യാനാണ് ഒരിക്കൽ അദ്ദേഹം നഗരത്തിലെത്തിയത്. രണ്ടാമതൊരിക്കൽ 90 വയസ്സിന് മേൽ പ്രായമുള്ളവനായിട്ടാണ് അദ്ദേഹം എത്തിയത്. നിഖ്യാവിശ്വാസ പ്രമാണത്തിനെതിരായി പ്രവർത്തിച്ച ആളാണ് അറിയോസ്. നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലേ? അറിയോസിന്റെ വേദവിപരീതത്തിനെതിരായി വിശുദ്ധ അത്താനാസിയോസിനോട് ചേർന്ന് പടമൊരുതുവാനാണ് ഏകാന്ത സന്യാസ ജീവിതത്തിൽ നിന്നും വിശുദ്ധ അന്തോണിയോസ് നഗരത്തിൽ എത്തിച്ചേർന്നത്. വിശുദ്ധ അന്തോണിയോസിന്റെ ഏകാന്ത ജീവിതം ഒത്തിരി ആളുകളെ ആകർഷിച്ചു. അദ്ദേഹത്തിനെ ഒത്തിരി പേര് പിന്തുടർന്നു. സന്യാസികളുടെ പിതാവ് എന്നാണ് വിശുദ്ധ അന്തോണിയോസ് അറിയപ്പെടുന്നത്. ഇത് ടെക്സ്റ്റിന്റെ ബാക്കിൽ കൊടുത്തേക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാവരും ശ്രദ്ധിച്ചേ. വിശുദ്ധ അന്തോണിയോസിന്റെ ജന്മസ്ഥലം ഏത്? അദ്ദേഹം ജനിച്ച വർഷം ഏത്? അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ മരിച്ചത് എപ്പോൾ? സന്യാസ ജീവിതത്തിലേക്ക് അദ്ദേഹത്തെ ആകർഷിച്ച വിശുദ്ധ വേദവാക്യം ഏത്? തുടർന്ന് അദ്ദേഹം ചെയ്തതെന്ത്? ഏകാന്തവാസത്തിനായി തെരഞ്ഞെടുത്ത സ്ഥലം ഏത്? എത്ര വർഷം ഏകാന്തവാസം അനുഷ്ഠിച്ചു? നഗരത്തിൽ എത്ര പ്രാവശ്യം വന്നു? അദ്ദേഹം അറിയപ്പെടുന്നത് എങ്ങനെ? എല്ലാ ക്വസ്റ്റ്യൻസും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാത്തിന്റെ ആൻസർ നമ്മൾ ഇന്ന് പറഞ്ഞതാണ്. നിങ്ങൾ എല്ലാവരും ഈ ക്വസ്റ്റ്യനും ആൻസറും ഒക്കെ നോട്ട്ബുക്കിൽ എഴുതണം. നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കണം. താങ്ക് യു. ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങൾ ചെയ്യുന്നതൊക്കെ മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്ന പോലെ മനസ്സോട് ചെയ്യുവിൻ. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 23-ാം വാക്യമാണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ മനപ്പാഠ വാക്യം. എന്താണ്? ഒന്നുകൂടെ പറയാം. നിങ്ങൾ ചെയ്യുന്നതൊക്കെ മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുവിൻ. നാം ഇന്ന് പാഠ്യവിഷയം ആക്കുവാൻ ആഗ്രഹിക്കുന്നത് 24-ാമത്തെ ചാപ്റ്ററാണ്. ഏതാണെന്നറിയാമോ? ത്യാഗം, പരമോന്നത ഗുണം. എന്താണ് ത്യാഗം? സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം. നാം നമ്മെ തന്നെ മറന്ന് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി സന്തോഷത്തോടെ പ്രവർത്തിക്കുന്നതിനെയാണ് ത്യാഗം എന്ന് പറയുന്നത്, അല്ലേ? നമുക്കറിയാം, നമുക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഒരു
ഇഷ്ടം വരണ്ടേ? നാം നമ്മെ തന്നെ മറന്ന് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി സന്തോഷത്തോട് പ്രവർത്തിക്കുന്നതിനെയാണ് ത്യാഗം എന്ന് പറയുന്നത്. ത്യാഗത്തിന്റെ ഏറ്റവും വലിയ മാതൃക ഏതാണെന്നറിയാമോ മക്കളെ? നമുക്കറിയാം, നമ്മൾ നേരത്തെയൊക്കെ പഠിച്ചിട്ടുണ്ട്, കാൽവറിയിലെ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ത്യാഗം. നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾക്ക് വേണ്ടി, ലോകത്തിന്റെ മുഴുവൻ പാപങ്ങൾക്ക് വേണ്ടിയും അവൻ അടിയും നിന്ദകളും പരിഹാസങ്ങളും ഒക്കെ ഏറ്റുവാങ്ങി. യേശു ക്രിസ്തു ക്രൂശിലേറിയപ്പോൾ അത് ലോകത്തിനു വേണ്ടി അവൻ ചെയ്ത ഏറ്റവും വലിയ ത്യാഗമാണ്. അത് നമ്മൾ വിശദമായിട്ട് ഈ 6th സ്റ്റാൻഡേർഡിലെ 4ഉം 5ഉം അധ്യായങ്ങളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. യഥാർത്ഥ സ്നേഹത്തെ പറ്റിയും ത്യാഗത്തെ പറ്റിയും യേശുവിന്റെ വാക്കുകൾ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. എന്താന്ന് നോക്കാം. അതിനകത്ത് പറയുന്നത്, സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ആർക്കുമില്ല. എന്നോടൊന്ന് ആലോചിച്ച് നോക്കി, കേട്ടു നോക്കിയ മക്കളെ. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ആർക്കുമില്ല. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും, കുഞ്ഞുങ്ങളായ ഞങ്ങൾ എന്ത് ത്യാഗമാ ചെയ്യുന്നതെന്ന് അല്ലെ? നിങ്ങൾ വിചാരിക്കും, ഞങ്ങൾ ഈ ചെറിയ കൊച്ചുങ്ങളല്ലേ, ഞങ്ങൾ എന്ത് ത്യാഗമാ ചെയ്യേണ്ടതെന്ന്. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. നിങ്ങൾ ഓർത്ത് നോക്കിയേ, നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും കുറച്ച് ദിവസമായിട്ട് ക്ലാസ്സിൽ ആബ്സെന്റ് ആയിരുന്നു വിചാരിച്ചു നോക്കിയേ. അവര് അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് ക്ലാസ്സിൽ വരുമ്പോൾ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന ഒന്നും അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അല്ലേ? കാരണം പ്രീവിയസ് ക്ലാസ് എല്ലാം അവര് ആബ്സെന്റ് ആയിപ്പോയി. അപ്പൊ അവർക്ക് മനസ്സിലാകാതെ വരുമ്പോ അവർക്ക് എന്ത് വരും? അവർക്ക് വിഷമം വരും. പക്ഷെ നിങ്ങൾക്ക് അവിടെ ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ? എന്താണെന്നറിയാമോ? നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ടിനെ സഹായിക്കാൻ പറ്റുമോ? എങ്ങനെയാണെന്നറിയാമോ? നിങ്ങളുടെ ലഞ്ച് ബ്രേക്കിന്റെ സമയത്ത് നിങ്ങൾ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് എന്താ ചെയ്യുന്നേ? ലഞ്ച് പെട്ടെന്ന് കഴിച്ചിട്ട് പെട്ടെന്ന് കളിക്കാൻ വേണ്ടി ഓടിപ്പോകും അല്ലേ? അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ലഞ്ച് കഴിഞ്ഞിട്ട് കളിക്കാൻ പോകാതെ ഫ്രണ്ടിനെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ടീച്ചേഴ്സ് പഠിപ്പിച്ച പോർഷൻസ് ഒക്കെ ഒന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കാം. ആ പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്കും അതിന്റെ ഗുണം കിട്ടും. എന്താ? നമുക്കും കുറച്ചുകൂടി ഒന്നുകൂടെ മനസ്സിലാക്കാൻ പറ്റും അല്ലേ? ഇവിടെ കളി ത്യജിച്ചിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിനെ സഹായിച്ചത് അല്ലെ? ഇത് 2 പേർക്കും ഗുണം കിട്ടിയില്ലേ? പഠിപ്പിച്ചപ്പോൾ നമുക്കും അത് മനസ്സിലാക്കാൻ പറ്റി. അങ്ങനെ ചെറിയ ചെറിയ ത്യാഗങ്ങൾ ചെറിയ പ്രായത്തിൽ തന്നെ മറ്റുള്ളവർക്ക് ചെയ്ത് വേണം നമ്മൾ വളർന്നു വരാൻ. നമുക്ക് ദൈവം ഒത്തിരി താലന്തുകൾ തന്ന നമ്മളെ ഒക്കെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിരിക്കുന്ന പലർക്കും പലതാണെന്ന് മാത്രമേ ഉള്ളൂ. ബുദ്ധിയും കഴിവും ശക്തിയും ആരോഗ്യവും ഒക്കെ തന്നാണ് ദൈവം നമ്മളെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലേ? അതെന്ത് ചെയ്യണം? നമ്മൾ ഒറ്റയ്ക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ല ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. എങ്ങനെയാ? ഫലപ്രദമായ രീതിയിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തി വേണം നമ്മൾ ജീവിക്കാൻ. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 28-ാം വാക്യത്തിൽ നമുക്കിത് കാണാൻ കഴിയും. ഈ സ്നേഹമാണ് വ്യക്തികളെ ക്രിസ്തുവിലേക്ക് ആകർഷിച്ചത്. ക്രിസ്തുവിന്റെ സ്നേഹം ഉൾക്കൊണ്ടുകൊണ്ട് മിഷണറി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച ഒത്തിരി ക്രിസ്തു ശിഷ്യന്മാരെ നമുക്ക് ഈ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ കാണാൻ കഴിയും അല്ലെ? അതിന്റെ ത്യാഗത്തിന്റെ ഉത്തമ മാതൃകയായിരുന്ന 3 പേരെ പറ്റിയാണ് നമുക്കിവിടെ പഠിക്കേണ്ടത്. അവരാരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായി മദർ തെരേസയാണ്. മദർ തെരേസ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്താ ഓർമ്മ വരുന്നത്? ചിരിച്ച മുഖവും വെള്ള സാരി ഉടുത്ത സന്തോഷവതിയായ ഒരു കന്യാസ്ത്രീ അമ്മയുടെ മുഖമല്ലേ നമ്മുടെ മനസ്സിലേക്ക് മദർ തെരേസ എന്ന് പറയുമ്പോൾ വരുന്നത്. ഈ അമ്മ കുഷ്ഠരോഗികളുടെയും അനാഥരുടെയും പാവങ്ങളുടെയും ഒക്കെ അമ്മയായിരുന്നു. അതുകൊണ്ടാണ് മദർ തെരേസയെ ഏഴകളുടെ അമ്മ, മദർ ഓഫ് ഡെസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് നമ്മൾ വിളിക്കുന്നുണ്ട്. ഈ അമ്മ ഈ ചാരിറ്റിയിലേക്കൊക്കെ വന്നത് എങ്ങനെയാന്ന് നമുക്ക് നോക്കാം. 1948 ഒരു രാത്രിയില് മദർ തെരേസ ഡാർജിലിംഗിൽ നിന്നും എവിടേക്കാന്നറിയാവോ? കൽക്കട്ടയിലേക്ക് ട്രെയിൻ മാർഗം യാത്ര ചെയ്യുകയായിരുന്നു. അപ്പോൾ ഇതിനു മുമ്പ് കൽക്കട്ടയെ പറ്റിയൊക്കെ, അവിടുത്തെ കുഷ്ഠരോഗികളെ പറ്റിയും അതുപോലെ തന്നെ അനാഥ കുഞ്ഞുങ്ങളെ പറ്റിയും ഒക്കെ കേട്ടറിവ് മാത്രമേ ഈ അമ്മയ്ക്കുള്ളൂ. അന്ന് രാത്രി അവരുടെ ഹൃദയത്തിലേക്ക് യേശുവിന്റെ വാക്കുകൾ ഒരു മിന്നൽ പോലെ കടന്നു ചെന്നു. ആ വാക്ക് ഏതാന്ന് നമുക്ക് നോക്കാം. ഇവരിൽ ഒരാൾക്ക് ചെയ്യുന്നത് എനിക്ക് ചെയ്യുന്നു. എന്താണ് മക്കളെ? ഇവരിൽ ഒരാൾക്ക് ചെയ്യുന്നത് എനിക്ക് ചെയ്യുന്നു. നമുക്കത് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 40-ാം വാക്യത്തിൽ അത് കാണാൻ കഴിയും. ആ രാത്രിയിൽ ആ കന്യാസ്ത്രീ എന്ത് തീരുമാനിച്ചു എന്നറിയാമോ? ഞാൻ ഈ കൽക്കട്ടയിലെ തെരുവീതിയിലേക്ക് ഇറങ്ങിച്ചെന്ന് അഗതികൾക്കും അനാഥർക്കും വേണ്ടി ജീവിതം സമർപ്പിക്കുമെന്ന് തീരുമാനിച്ചു. ആദ്യകാലങ്ങളിൽ ഒത്തിരി ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ ഈ അമ്മ സഹിച്ചിട്ടുണ്ട്.
തൻ്റെ അനാഥ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഈ കന്യാസ്ത്രീ അമ്മ ഭിക്ഷ യാചിച്ചിട്ടുണ്ട്. മക്കളെ ഒന്ന് ഓർത്തു നോക്കിയേ, ഭിക്ഷ യാചിക്കുക എന്ന് പറഞ്ഞ എത്ര ദയനീയമായ അവസ്ഥയാണല്ലേ. ഭിക്ഷ യാചിക്കുന്നതായ സമയത്ത് അമ്മയ്ക്ക് ഒത്തിരി തിക്തഫലങ്ങൾ അനുഭവിക്കേണ്ടതായി വന്നിട്ടുണ്ട്. അതിനകത്ത് നമുക്കൊരു കാര്യം ഇവിടെ ഒന്ന് ഷെയർ ചെയ്യാം. ഏതാണെന്നറിയാമോ? ഒരിക്കല് കൽക്കട്ട തെരുവീതിയിൽ കൂടെ ഇങ്ങനെ ഭിക്ഷ യാചിച്ച് അനാഥ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഭിക്ഷ യാചിച്ച് നടക്കുന്നതായ സമയത്ത് അമ്മ ധനികനായ ഒരു മനുഷ്യന്റെ വീട്ടിലും ഭിക്ഷ യാചിക്കാൻ വേണ്ടി കൈനീട്ടി. അവിടെ എത്തിയപ്പോൾ ഈ ധനികനായ മനുഷ്യൻ എന്ത് ചെയ്തു എന്നറിയാമോ? അദ്ദേഹം മുറുക്കി തുപ്പിയ തുപ്പല് ഈ സാധു സ്ത്രീയുടെ കയ്യിലേക്ക് തുപ്പിക്കൊടുത്തു. ഈ സ്ത്രീ എന്ത് ചെയ്ത് എളിമയോടെ ഇത് തുടച്ചു കളഞ്ഞിട്ട് ഈ ധനികനായ മനുഷ്യനോട് എളിമയോടുകൂടെ തന്നെ പറയുകയാണ്, നിങ്ങൾ എനിക്കുള്ളത് തന്നു, ഇനി എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും തന്നുകൂടെ എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കിയ മക്കളെ, എളിമയുടെയും വിനയത്തിന്റെയും എത്ര സിമ്പിളായ വാക്കുകളാണതല്ലേ. എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും തന്നുകൂടെ എന്ന് ചോദിക്കുന്നത്. ഇല്ലാത്തവർക്ക് വേണ്ടി യാചിച്ച് നേടിക്കൊടുക്കുന്ന ഈ അമ്മയുടെ സ്നേഹം എത്ര വലുതാണല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. 2016 സെപ്റ്റംബർ 4 ഫ്രാൻസിസ് മാർപ്പാപ്പ മദർ തെരേസയെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിച്ചു. നമുക്കൊക്കെ അത് ഓർമ്മയുള്ള കാര്യമല്ലേ. എന്നാൽ 2016 സെപ്റ്റംബർ 4 വിശുദ്ധയായിട്ട് മദർ തെരേസയെ പ്രഖ്യാപിച്ചു. മദർ തെരേസ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്താണെന്നറിയോ? ജന്മം കൊണ്ട് ഞാനൊരു അൽബേനിയനും പൗരത്വം കൊണ്ട് ഇന്ത്യനും ജീവിതം കൊണ്ട് ഞാനൊരു കത്തോലിക്ക സന്യാസിനിയുമാണെന്ന് മദർ തെരേസ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന കത്തോലിക്ക സഭ സ്ഥാപിച്ചത് മദർ തെരേസയാണ്. നിസ്വാർത്ഥ സ്നേഹത്തിന്റെ പ്രതീകമായിരുന്നു നമ്മുടെ മദർ തെരേസ. രണ്ടാമതായി ആൽബർട്ട് ഷെയ്റ്റ്സർ. അദ്ദേഹം ആരായിരുന്നു നോക്കാം. അദ്ദേഹം ഒരു ഡോക്ടറായിരുന്നു. അതുപോലെ തന്നെ തത്വചിന്തകനും സംഗീതജ്ഞനും ഒക്കെ ആയിരുന്നു. അതുപോലെ നല്ല പദവിയും പണവും സുഖ സൗകര്യങ്ങളും ഒക്കെയുള്ള ഡോക്ടറായിരുന്നു. എങ്കിലും അദ്ദേഹം ആഫ്രിക്കയിലെ വനാന്തരങ്ങളിൽ പോയി അപരിഷ്കൃതരായ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ചെയ്യാൻ യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. അതിനുവേണ്ടി അദ്ദേഹം വളരെ കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടതായി വന്നിട്ടുണ്ട്. എന്നാൽ ഈ കാലഘട്ടത്തിൽ ഈ സുഖ സൗകര്യങ്ങളോ പൈസയോ സാമ്പത്തികമോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മിഷണറി പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ മടിയുള്ള ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? അദ്ദേഹത്തിന്റെ ത്യാഗ മനോഭാവമാണ് അദ്ദേഹത്തെ ലോക പ്രശസ്തിയിലേക്ക് എത്തിച്ചത്. മൂന്നാമതായി നമുക്ക് ഫാദർ ഡാമിനെ പറ്റിയാണ്. അദ്ദേഹം ആരായിരുന്നു നമുക്കൊന്ന് നോക്കാം. ചെറുപ്പത്തിൽ തന്നെ ത്യാഗം ഒരു സ്വഭാവമായി സ്വീകരിച്ച വ്യക്തിയായിരുന്നു ഫാദർ ഡാമിൻ. ക്രിസ്തുവിന്റെ ആദർശങ്ങളായിരുന്നു ചെറുപ്പം മുതൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ. ഹവായിലെ മൊളോക്കോ ദ്വീപിലെ കുഷ്ഠരോഗികൾക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. ലോകത്ത് ആരാലും അറിയപ്പെടാത്തവനായി എന്റെ കർമ്മം ചെയ്യുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആരുടെ വാക്കുകളാണെന്നറിയാമോ? ഇത് ഫാദർ ഡാമിന്റെ വാക്കുകളാണ്. എന്താ ഒന്നുകൂടെ നോക്കാം. ലോകത്ത് ആരാലും അറിയപ്പെടാത്തവനായി എന്റെ കർമ്മം ചെയ്യുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതാണ് ഫാദർ ഡാമിന്റെ വാക്കുകൾ. ഈ വാക്കുകൾക്ക് ഇന്ന് വളരെ പ്രസക്തിയുണ്ട്, അല്ലേ? നമ്മൾ ഉൾപ്പെടുന്നതായ ഈ ലോകത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ കൂടി അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങാൻ ഇഷ്ടമുള്ളവരല്ലേ നമ്മൾ എല്ലാവരും. ഒട്ടുമിക്ക ആൾക്കാരും അങ്ങനെയൊക്കെ തന്നെയാണ്, അല്ലേ? എന്നാൽ 1881 സെപ്റ്റംബറിൽ ഹവായിലെ ഒരു ഫേമസ് പത്രം അദ്ദേഹത്തെ പറ്റി എഴുതുകയും അദ്ദേഹത്തിന്റെ നന്മകൾ ഈ ലോകം മുഴുവൻ അറിയുകയും ചെയ്തു. അവസാനം കുഷ്ഠരോഗം വന്ന് ഈ മഹാനായ വ്യക്തി മരിക്കുകയും ചെയ്തു. ലോകത്തിന് വേണ്ടി ത്യാഗം അനുഭവിച്ച 3 വ്യക്തികളെ നമ്മളിവിടെ കണ്ടു കഴിഞ്ഞു, അല്ലേ? ഇതുപോലെ തന്നെ നമ്മുടെ സഭയിലും ത്യാഗങ്ങൾ അനുഭവിച്ച ഒത്തിരി വ്യക്തികളുണ്ട്, അല്ലേ? അതിൽ 3 പിതാക്കന്മാരെ പറ്റി ഇവിടെ പറയുന്നുണ്ട്. അവരാരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് പത്രോസ് മാർ ഓസ്താത്യോസ് തിരുമേനി. അദ്ദേഹം തൃപ്പൂണിത്തറയിലെ മുക്കുംചേരി കുടുംബത്തിലാണ് ആ പുണ്യപിതാവ് ജനിച്ചത്. അദ്ദേഹം പഠിക്കാൻ വളരെ സമർത്ഥനായിരുന്നു. അദ്ദേഹം വളർന്നു വന്ന കാലഘട്ടം എന്ന് പറയുന്നത് തീണ്ടലും അതുപോലെ തന്നെ ഒരുപാട് അനാചാരങ്ങളും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു. എന്നാൽ വലിയ കുടുംബത്തിൽ ജനിച്ച ഈ പിതാവിന് യേശുക്രിസ്തുവിനെ പറ്റി കീഴ്ജാതിക്കാരോടോ അല്ലെങ്കിൽ പാവങ്ങളോടോ ഒന്നും പറയാൻ യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം അതിന്റെ പേരിൽ വളരെ പീഡകളും കഷ്ടങ്ങളും നിന്ദകളും ഒക്കെ ഏൽക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. മക്കളെ, നിങ്ങൾ ശ്ലീബാദാസ് സമൂഹം ഒന്ന് കേട്ടിട്ടില്ലേ? നമുക്ക് നോക്കാം ശ്ലീബാദാസ് സമൂഹം ആരാന്ന്. ആരോരും ശ്രദ്ധിക്കപ്പെടാതെ ആർക്കും വേണ്ടാതെ കിടന്ന ജാതിയിൽ പിന്നോക്കമായിരുന്ന ആളുകളെ സ്വന്തമാണെന്ന് കരുതിയിട്ട് അവരെ ദൈവത്തിന്റെ ജനമായി വളർത്തി ദൈവത്തിന്റെ സഭയിലേക്ക് ചേർത്തത് ഈ വന്ധ്യപിതാവാണ്. അതാണ് നമ്മുടെ ശ്ലീബാദാസ് സമൂഹം.
സ്ലീബാദാസ് സമൂഹത്തിന്റെ സ്ഥാപകൻ പത്രോസ് മാർ ഒസ്താത്യോസ് തിരുമേനിയാണ്. അദ്ദേഹത്തിന്റെ ജീവിത സുഖ സൗകര്യങ്ങളോ പദവികളോ സമ്പത്തോ ഒന്നും തന്നെ യേശുക്രിസ്തുവിന്റെ സകല പാതയിൽ നിന്ന് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാനായില്ല. ക്രിസ്തുവിന്റെ വചനങ്ങൾ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായി ഈ പുണ്യപിതാവ് ജീവിച്ചു. മുളന്തുരുത്തിയിലെ കർമ്മേൽ ദേറായില് ഈ വന്ധ്യപിതാവ് പുണ്യവിശ്രമം കൊള്ളുന്നു. അടുത്തത് ഡോക്ടർ ഗീവർഗീസ് മാർ ഒസ്താത്യോസ്. മാവേലിക്കര ചെറുകോൻ മുണ്ടുവേലി കുടുംബാംഗത്തിൽ ജനിച്ച അദ്ദേഹത്തിന്റെ ഓമന പേര് ജോർജ് കുട്ടി എന്നായിരുന്നു. അദ്ദേഹത്തിന് പാവപ്പെട്ടവരോടുള്ള കരുണ വളരെ വലുതായിരുന്നു. പ്രത്യേകിച്ചും കുഷ്ഠരോഗികളുടെ കുഷ്ഠമില്ലാത്ത കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നതിനും അതുപോലെ എയ്ഡ്സ് രോഗികളുടെ രോഗമില്ലാത്ത കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നതിന് ഈ വന്ധ്യപിതാവ് സ്ഥാപനങ്ങൾ ആരംഭിക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്തു. ഈ പിതാവിനെ നമ്മളുടെ സഭാരത്നം എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതം സമ്പൂർണമായി ലോകത്തിനു വേണ്ടിയും പാവങ്ങൾക്ക് വേണ്ടിയും അശരണർക്ക് വേണ്ടിയും അനാഥർക്ക് വേണ്ടിയും സമർപ്പിച്ചതായിരുന്നു. ഈ വന്ധ്യപിതാവിന് മരണത്തെക്കുറിച്ച് ഒട്ടും തന്നെ ഭയം ഉണ്ടായിരുന്നില്ല. ആ പിതാവ് അദ്ദേഹത്തിന്റെ മരണത്തെ പറ്റി പറഞ്ഞ വാക്കുകൾ നമുക്ക് വളരെ ഹൃദയസ്പർശിയായിട്ട് തോന്നും. ഞാൻ ബാലനായ ജോർജ് കുട്ടി ആയിരുന്നപ്പോൾ സന്തോഷത്തോട് എന്റെ ഹൃദയം ദൈവത്തിന് നൽകിയതാണ്. ഞാൻ ഒന്നിനെയും ഭയപ്പെടുന്നില്ല. ജീവിച്ചാലും മരിച്ചാലും എനിക്ക് ക്രിസ്തു മാത്രം മതി എന്നാണ് ആ വന്ധ്യപിതാവ് പറഞ്ഞിരിക്കുന്നത്. മാവേലിക്കര MTCയിലാണ് ഇദ്ദേഹം കബറടങ്ങിയിരിക്കുന്നത്. മൂന്നാമത് മാത്യൂസ് മാർ ബർന്നബാസ്. ഈ പിതാവിനെ കുറിച്ച് നമുക്ക് നോക്കാം. പെരുമ്പാവൂർ വെങ്ങോലയിലായിരുന്നു ജനനം. എളിമയുടെ ഉത്തമ മാതൃകയായി ജീവിച്ച് രോഗികളെ എന്ന് സഹായിക്കുകയും യുവാക്കളുടെ ആത്മീയ വളർച്ചയ്ക്കായി കഠിനാധ്വാനം ചെയ്യുകയും ചെയ്ത പിതാവായിരുന്നു മാത്യൂസ് മാർ ബർന്നബാസ്. തടികൊണ്ടുള്ള വടിയും സ്ലീബായുമായിരുന്നു ഈ പിതാവ് ഉപയോഗിച്ചിരുന്നത്. പ്രാർത്ഥന, ലാളിത്യം, എളിമ, സ്നേഹം ഇവയൊക്കെ ഈ പിതാവിന്റെ മുഖമുദ്രകളായിരുന്നു. പെരുമ്പാവൂരിൽ വളഞ്ചിറങ്ങരയിലാണ് ഈ വന്ധ്യപിതാവ് കബറടങ്ങിയിരിക്കുന്നത്. നമ്മളിവിടെ നമ്മുടെ സഭയിലെ 3 പിതാക്കന്മാരെ പരിചയപ്പെട്ടു അല്ലെ? ഇവരിൽ നിന്നുമൊക്കെ നമുക്കൊരു പാഠം ഉൾക്കൊള്ളണം. എന്താണ്? അനേകം ആൾക്കാരുടെ ചെറുതും വലുതുമായ ത്യാഗത്തിന്റെ ഫലമാണ് നാം അനുഭവിക്കുന്ന സുഖങ്ങളും സൗഭാഗ്യങ്ങളും ഒക്കെ. ത്യാഗം സഹിക്കാൻ മനസ്സില്ലാത്തവർക്ക് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയാകുവാനും കഴിയുകയില്ല എന്ന് ഈ പിതാക്കന്മാരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മക്കളെ, ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? നമുക്കൊക്കെ ദൈവം ഓരോ താലന്തുകൾ തന്നാണ് ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ താലന്തുകളൊക്കെ ഫലപ്രദമായ രീതിയിൽ പ്രയോജനപ്പെടുത്തണം. പ്രത്യേകിച്ചും മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനുള്ള ഒരു അവസരങ്ങളും നമ്മൾ പാഴാക്കി കളയരുത്. അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് വേണ്ടി ഒത്തിരി ത്യാഗം സഹിച്ചിട്ടുണ്ട് അല്ലേ? നിങ്ങൾ ഇവിടെ വരെയൊക്കെ വളർന്നു വലുതായത് ഒത്തിരി ത്യാഗം സഹിച്ചല്ലേ? പ്രത്യേകിച്ച് അമ്മയുടെ ഉറക്കവും സമയവും ഒക്കെ നഷ്ടപ്പെടുത്തിയല്ലേ അമ്മ നിങ്ങളെ ഒക്കെ ഇത്രയും വളർത്തി വലുതാക്കിയത് അല്ലെ? നിങ്ങളുടെ ഉയർച്ചകളിലൊന്നും നിങ്ങൾ ഈ മാതാപിതാക്കളെ മറന്നു പോകരുത്. അവരെ സ്നേഹിക്കാനും അവരെ കരുതാനും ഒക്കെ നമുക്ക് സാധിക്കണം. മക്കളെ, ഇന്ന് നമ്മൾ പഠിച്ച പാഠഭാഗങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്ക് പ്രാർത്ഥനയോട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, നിന്റെ സ്നേഹത്തിൽ വ്യാപരിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി നല്ലത് ചെയ്യുവാനും ത്യാഗമനുഷ്ഠിച്ച് നിന്നെ പ്രസാദിക്കുവാനും ഞങ്ങൾക്ക് ഇടയാകണമേ. ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.